ഹലോ ഫ്രണ്ട്സ്, SQLൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അതിനകത്ത് റെക്കോർഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 4 റെക്കോർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫറൻറ്റ് സാലറി. ഇതിനകത്ത് ചോദിക്കുന്നത് സാലറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്യാൻ പറയും. ഏറ്റവും കുറവ് സാലറി ഉള്ള ആരാണെന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ സെലക്ട് സ്റ്റാഫ് എംപ്ലോയി, ഇവിടെ ഓർഡർ ബൈ എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. ഓർഡർ ബൈ സാലറി ഏത് ഫീൽഡാണോ അത് അസെൻഡിങ്. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എല്ലാം ലിസ്റ്റ് ചെയ്യും. ഏറ്റവും കുറഞ്ഞ സാലറി, അതിൻ്റെ കൂടിയത്. സമയം നമുക്ക് അത് ഏറ്റവും കുറഞ്ഞ സാലറി മാത്രം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലിമിറ്റ് എന്ന് പറയുക. എത്ര റെക്കോർഡ്സാണ് കാണേണ്ടത് അത്. ഇവിടെ 1 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ ഏറ്റവും കുറഞ്ഞ സാലറി മാത്രം ഇവിടെ കാണിക്കും. അത് ജെയിംസ് മാത്യുവിൻ്റെ സാലറിയാണ്. ഇനി നമുക്കടുത്തത് ഏറ്റവും കൂടിയ സാലറി കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ അസെൻഡിങ് മാറ്റി ഡിസെൻഡിങ് ആക്കിയാൽ മതി. നമ്മളിവിടെ റൺ ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും കൂടിയ സാലറി അജിത് കുമാർ 50,000 ആണ്. ഇനി നമുക്ക് ഏറ്റവും കൂടിയ രണ്ടാമത്തെ സാലറി കാണണം എന്ന് വിചാരിക്കുക. അന്നേരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് തന്നെയാണ് ടെക്നിക്ക്. ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ ഒരു റെക്കോർഡ് എടുക്കുക. പക്ഷേ ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറയുക. ഓഫ്സെറ്റ് നമ്മളിവിടെ 1 എന്ന് പറയുക. ഓഫ്സെറ്റ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും കൂടിയ സാലറി തന്നെയാണ്. ഓഫ്സെറ്റ് 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ രണ്ടാമത്തെ സാലറി. ഓഫ്സെറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടിയ മൂന്നാമത്തെ സാലറി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടിയ ഒന്നാമത്തെ സാലറി കാണാം. അതായത് ഈ അജിത് കുമാർ തന്നെ വരും. ഇപ്പോൾ ഏറ്റവും കൂടിയ ഒന്നാമത്തെ സാലറി നമുക്ക് കാണണം. കണ്ടല്ലോ. ഇനി നമുക്ക് ഏറ്റവും കൂടിയ രണ്ടാമത്തെ സാലറി കാണണം. ഓഫ്സെറ്റ് മാറ്റി 2 എന്ന് കൊടുത്താൽ, അതായത് ഓർഡറിൽ വരുമ്പോൾ രണ്ടാമത്തെ റെക്കോർഡ് കണ്ടല്ലോ. അടുത്ത രണ്ടാമത്തെ ഏറ്റവും കൂടിയ സാലറി കിട്ടി. ഇനി ഏറ്റവും കൂടിയ മൂന്നാമത്തെ സാലറി കിട്ടണമെങ്കിൽ ഓഫ്സെറ്റ് 2 എന്നാണ്. കാരണം ഓഫ്സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന്. സാധാരണ ഇത് ഇൻ്റർവ്യൂവിന് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.